നമസ്തേ. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ തേർഡ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2 പാർട്ടിലും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയാണ് ലൈൻസ് പഠിച്ചു, അതുപോലെ തന്നെ ട്രാൻസ്വേഴ്സിൽ, പിന്നെ അതേപോലെ തന്നെ പാരലൽ ലൈൻസിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ലാൻഡറിലായിട്ട് ലൈൻ വരുന്ന സമയത്ത് അവിടെ ഡിഫറെൻറ്റ് ആംഗിൾസ് ഫോം ചെയ്യുന്നുണ്ട്. ആംഗിൾസിൻ്റെ പ്രത്യേകതകൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓൾട്ടർനേറ്റ് ആംഗിൾസ്, കറസ്പോണ്ടിങ് ആംഗിൾസ്, കോ ഇൻറ്റീരിയർ ആംഗിൾസ്, കോ എക്സ്റ്റീരിയർ ആംഗിൾസ്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ബാക്കിയുള്ള ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് കറസ്പോണ്ടിങ് ആംഗിൾസ്. കറസ്പോണ്ടിങ് ആംഗിൾസ് എല്ലായ്പ്പോഴും ഈക്വൽ ആയിരിക്കും. കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. കറസ്പോണ്ടിങ് ആംഗിൾസ്, ഇത് അതിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പറയുന്നത്. corresponding angles are equal. corresponding angles are equal, അതായത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾസ് ഒക്കെ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഇവിടെ വരുന്ന ആംഗിൾ 1, ഞാനത് അവിടെ ഒരു 2 ലൈൻ വരച്ചിട്ടുണ്ട്, പാരലൽ ലൈൻസ്. അതിനെ ക്രോസ് ചെയ്തിട്ട് സ്ലാൻഡഡ് ലൈൻ വരുന്നു. അതിലെ എല്ലാ ആംഗിൾസും ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആംഗിൾ 1, 2, 3, 4, അതേപോലെ 5, 6, 7, 8 ആംഗിൾസ് ആണ് വരുന്നത്. ഇതിലെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഏതൊക്കെയായിരുന്നു? ആംഗിൾ 1, ആംഗിൾ 5, ഈ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതുപോലെ ആംഗിൾ 3, ആംഗിൾ 7 അല്ലേ? അതുപോലെ ആംഗിൾ 2, ആംഗിൾ 6, ആംഗിൾ 4, ആംഗിൾ 8. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. ഒന്നും കൂടെ ഞാൻ എടുത്ത് പറയണമെന്നുള്ളൂ. അതുപോലെ തന്നെ ആൾട്ടർനേറ്റ് ആംഗിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൾട്ടർനേറ്റ് ആംഗിൾസ് ആർ ആൾസോ ഈക്വൽ. ആൾട്ടർനേറ്റ് ആംഗിൾസ് ആർ ഈക്വൽ, അതായത് ആൾട്ടർനേറ്റ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ആൾട്ടർനേറ്റ് ആംഗിൾസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ജസ്റ്റ് ഇവിടെ വരുന്ന ആംഗിൾ 4, ആംഗിൾ 5, ആംഗിൾ 4ഉം ആംഗിൾ 5ഉം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ആംഗിൾ 3 ആൻഡ് ആംഗിൾ 6, ഈ 2 ആംഗിൾസും ഈക്വൽ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സപ്ലിമെന്ററി ആംഗിൾസ് പറഞ്ഞിട്ടുണ്ട്. സപ്ലിമെന്ററി ആംഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ആംഗിൾ 3ഉം ആംഗിൾ 5ഉം സപ്ലിമെന്ററി ആംഗിൾസ് ആണ്. സപ്ലിമെന്ററി മീൻസ് ആംഗിൾ സമ്മ് 180 ഡിഗ്രി വരും അല്ലേ? അതേപോലെ ആംഗിൾ 4, ആംഗിൾ 6 സപ്ലിമെന്ററി ആംഗിൾസ് ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ റിവൈസ് ചെയ്ത് തന്നേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആംഗിൾ സം ഓഫ് എനി ട്രയാംഗിൾ ഈസ് 180. പ്രൂവ് ചെയ്യാനുള്ളതാണ്. ആംഗിൾ സം ഓഫ് എനി ട്രയാംഗിൾ ഈസ് 180 ഡിഗ്രി. ഏതൊരു ട്രയാംഗിളിലെയും ആംഗിൾ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ഡിഗ്രി ആയിരിക്കും. അതായത് ഒരു ട്രയാംഗിളിൽ 3 ആംഗിൾസ് ആണ് ഉള്ളത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ 3 ആംഗിളിൻ്റെയും കൂടെ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ഡിഗ്രി ആയിരിക്കും എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ജസ്റ്റ് ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്. ഒരു ട്രയാംഗിൾ ഇവിടെ തന്നിട്ടുണ്ട്, PQR എന്ന് പറയുന്ന ഒരു ട്രയാംഗിൾ. ഓക്കെ, ഇവിടെ നമുക്ക് ഇവിടെ മെഷർമെന്റ് എത്രയാണെന്ന് അറിയില്ല, എന്തും ആയിക്കോട്ടെ. ഇവിടെ നമുക്ക് ഈ ആംഗിൾ P എന്ന് പറയുന്നത് നമ്മൾ A ഡിഗ്രി ആയിട്ട് എടുക്കണം. A ഡിഗ്രി. ഓക്കെ, അതുപോലെ ആംഗിൾ P എത്രയാണ് തന്നിട്ടില്ല, നമ്മൾ ജസ്റ്റ് അസ്യൂം ചെയ്യണം A ഡിഗ്രിയാണ്. ഇവിടെ തന്നിരിക്കുന്നത് ഈ ആംഗിള് B ഡിഗ്രിയാണെന്ന് കരുതുക. ഈ ആംഗിൾ B ഡിഗ്രി. ഓക്കെ, നമ്മൾ എന്താണ്ട് ഈ ആംഗിൾ Q, ഇവിടെ വരുന്ന ഈ ആംഗിള് C ഡിഗ്രി എന്ന് കൊടുക്കാം. അങ്ങനെയെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? A ഡിഗ്രി പ്ലസ് B ഡിഗ്രി പ്ലസ് C ഡിഗ്രി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അതായത് ഇവിടെ തന്നിരിക്കുന്ന ഈ ട്രയാംഗിൾ PQRന്റെ 3 ആംഗിൾസ് ആണ് ഇവിടെ വരുന്നത്. അതിന്റെ മെഷർമെന്റ്സ് ആണ് A ഡിഗ്രി, B ഡിഗ്രി, C ഡിഗ്രി. വി വാണ്ട് ടു പ്രൂവ് ദാറ്റ് ദ സം ഓഫ് ആംഗിൾ ഓഫ് എനി ട്രയാംഗിൾ ഈസ് 180 ഡിഗ്രി. അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? A ഡിഗ്രി പ്ലസ് B ഡിഗ്രി പ്ലസ് C ഡിഗ്രി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതൊരു ട്രയാംഗിളിൻ്റെയും ആംഗിൾ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ഡിഗ്രി ആയിരിക്കുന്നു.
നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിളും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി ആണെന്ന്. അത് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ തന്നിട്ടുള്ള ഈ ആംഗിൾ എ ഡിഗ്രി ആണെന്ന് പറഞ്ഞു, ഇത് ബി ഡിഗ്രി ആണെന്ന് പറഞ്ഞു അല്ലേ? യെസ്. ആംഗിൾ പി ഈസ് ഈക്വൽ ടു എ ഡിഗ്രി. ഗിവൺ ദാറ്റ് ആംഗിൾ പി ഈസ് ഈക്വൽ ടു എ ഡിഗ്രി കോമ അടുത്ത് എന്താ വന്നിരിക്കുന്നത്? ആംഗിൾ പി ആർ ക്യൂ, അതായത് ഈ ആംഗിൾ. ഇവിടെ 2 ആംഗിൾ വരുന്നുണ്ട്, കണ്ടില്ലേ? ഇവിടെ ഒരു ആംഗിളും വരുന്നുണ്ട്, ഇവിടെ ഒരു ആംഗിളും വരുന്നുണ്ട്. നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്ത് ഈ ചെറിയ ആംഗിളാണ്, ട്രയാംഗിളിനകത്തുള്ള ആംഗിളാണ്. ദാറ്റ് ഈസ് ആംഗിൾ പി ആർ ക്യൂ. ആംഗിൾ പി ആർ ക്യൂ ഇസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത്? ബി ഡിഗ്രി. ഓക്കെ. അതുപോലെ ഇവിടെ തന്നിരിക്കുന്ന ആംഗിൾ ഏതാണ്? ആംഗിൾ പി ക്യൂ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആംഗിൾ അത് എത്രയാണ്? സി ഡിഗ്രി. ആംഗിൾ പി ക്യൂ ആർ ഇസ് ഈക്വൽ ടു സി ഡിഗ്രി. ഇത്രയും തന്നിരിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ. ഇനി നമ്മൾ ശ്രദ്ധിക്കാം, ഇത് ഈ ലൈനിന്, അതായത് നമ്മുടെ ഈ ട്രയാങ്കിളിന്റെ താഴെയുള്ള ഈ പി ക്യൂ എന്നുള്ള ഈ ലൈനെ എക്സ്റ്റെൻഡ് ചെയ്തതാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത്. അതിന് ഞാൻ ഇവിടെ പേര് കൊടുക്കുകയാണ്, എക്സ് എന്ന് പേര് കൊടുക്കുന്നത്. ഇത് ഇവിടുന്ന് ഈ ആറിലൂടെ ഇങ്ങോട്ടേക്ക് വരച്ച ഈ ലൈന് ഈ പി എക്സിന് പാരലൽ ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. ഞാൻ ഇതിനിവിടെ വൈ എന്നും കൊടുത്തു. അപ്പൊ അതായത് ഈ വൈ എന്ന് പറയുന്ന ഈ ലൈന് എന്തിനു പാരലാണ്? എക്സ് എന്ന് പറയുന്ന ലൈനിനോട് പാരലാണ്. അതായത് പി എക്സ് ഈസ് പാരലൽ ടു പി എക്സ്. പി എക്സ് എന്ന് പറഞ്ഞാൽ ഈ ലൈന്, പി എക്സ് എന്ന് പറയുന്നത് പാരലാണ്. പാരലൽ ടു ഏത് ലൈനോട്? പി എക്സ് പാരലൽ ടു ഇതാ ആർ വൈ. ആർ വൈ, അതായത് പി എക്സ് എന്ന് പറയുന്ന ഈ ലൈന് ആർ വൈ എന്ന് പറയുന്ന ഈ ലൈനിന് പാരലലാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ വരുന്ന ഈ ആംഗിൾ എന്തായിരിക്കും? ഇവിടെ വരുന്ന ആംഗിൾ നമുക്കറിയാം, ഈ ആർ വൈയും പി എക്സും പാരലാണ്. അതിനെ ക്രോസ് ചെയ്ത്, അപ്പോൾ അങ്ങനെയെങ്കിൽ അതിനെ ക്രോസ് ചെയ്ത് വരുന്ന ഒരു സ്ലാൻഡേർഡ് ലൈനാണ് ഏത്? ആർ ക്യൂ അല്ലെങ്കിൽ ക്യു ആർ എന്ന് പറയുന്നത് ഒരു സ്ലാൻഡേർഡ് ലൈനാണ്. ഓക്കെ. ഇത് രണ്ടും പാരലാണ്, അതിനെ ക്രോസ് ചെയ്ത് വരുന്ന സ്ലാൻഡേർഡ് ലൈനാണ് ക്യു ആർ എന്ന് പറയുന്നത്. അപ്പൊ ഈ 2 ആംഗിൾസ് എന്താണ്? ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ട്രാൻസ്വേഴ്സിന്റെ ലെഫ്റ്റിലോ റൈറ്റിലും വരുന്ന ആംഗിൾസ് എന്താണ്? ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫ്രം ദ ഫിഗർ എങ്ങനെ എഴുതാൻ പറ്റും? ആംഗിൾ പി ക്യു ആർ അല്ലെ? ആംഗിൾ പി ക്യു ആർ ആൻഡ് ആംഗിൾ ഏത് ആംഗിളാണ്? ഈ ആംഗിൾ ക്യു ആർ വൈ. ആംഗിൾ ക്യു ആർ വൈ ആർ എന്ത് ആംഗിൾസ് ആണ്? ആൾട്ടർനേറ്റ് ആംഗിൾസ്. ആൾട്ടർനേറ്റ് ആംഗിൾസ്. ആൾട്ടർനേറ്റ് ആംഗിൾസ്. ഓക്കെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആൾട്ടർനേറ്റ് ആംഗിൾസ് എന്താണ്? ഈക്വൽ ആണെന്ന്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ആംഗിൾ പി ക്യു ആർ ഇസ് ഈക്വൽ ടു ആംഗിൾ ക്യു ആർ വൈ അല്ലെ? എന്താ അതിന്റെ റീസൺ എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആയതുകൊണ്ട് അല്ലെ? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആർ ഈക്വൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ വരുന്ന ആംഗിൾ പി ക്യു ആർ എന്ന് പറയുന്നത് സി ഡിഗ്രി ആണ്. അങ്ങനെയെങ്കിൽ ആംഗിൾ ക്യു ആർ വൈ ഇവിടെ എന്തിനാണ് വരിക? സി ഡിഗ്രി ആണ് വരിക. ഓക്കെ. ഇനി ശ്രദ്ധിക്കാം, ഇവിടെ വരുന്ന ഈ ആംഗിൾ, അതായത് പി എക്സ് എന്ന് പറയുന്ന ഈ ലൈനിൽ വരുന്ന ഈ ആംഗിൾ അല്ലെങ്കിൽ നമ്മുടെ ട്രയാംഗിളിനകത്ത് വരുന്ന ഈ ആംഗിളും ഇവിടെ വരുന്ന ഈ ആംഗിൾ, അതായത് ഈ ടോട്ടൽ ആംഗിൾ നോക്കുക നമ്മൾ. ഇവിടെയുള്ള ഈ ടോട്ടൽ ആംഗിൾ, അതായത് ആംഗിൾ പി ആർ വൈ എന്ന് പറയുന്ന ഈ വലിയ ആംഗിൾ, ഈ 2 ആംഗിൾസ് എന്താണ്? സപ്ലിമെന്ററി ആണ് അല്ലെ? ഈ ആംഗിളും ഈ വലിയ ആംഗിളും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എന്തായി? സപ്ലിമെന്ററി ആംഗിൾ ആണ്. ദാറ്റ് ഈസ് ഈ 2 ആംഗിളിന്റെയും കൂടെ സം എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആണ് അല്ലെ? യെസ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഇതിനെ? ഈ ആംഗിൾ, അതായത് ആംഗിൾ പി പ്ലസ് ആംഗിൾ പി ആർ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാർജ് ആംഗിൾ ആംഗിൾ പി ആർ വൈ ഇസ് ഈക്വൽ ടു എന്താണ്? 180 ഡിഗ്രി. ഇതിന്റെ രണ്ടിന്റെ കൂടെ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ഡിഗ്രി ആണ്. ഇത് സപ്ലിമെന്ററി ആണ്, സപ്ലിമെന്ററി ആംഗിൾസ് ആണ്. സപ്ലിമെന്ററി മീൻസ് ആംഗിൾ സം 180 ഡിഗ്രി. ഇനി നോക്കാം നമുക്ക് ആംഗിൾ പി. ആംഗിൾ പി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു മെഷർമെന്റ്? നമ്മൾ കൊടുത്ത 7 ഡിഗ്രി പ്ലസ് ആംഗിൾ പി ആർ വൈ എന്ന് പറഞ്ഞ ഈ ലാർജ് ആംഗിൾ. ഈ ലാർജ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെയുള്ള ഈ ആംഗിൾ ബി ഡിഗ്രി ആണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഈ ആംഗിൾ സി ഡിഗ്രി. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ബി പ്ലസ് സി അല്ലെ? അപ്പൊ ദാറ്റ് ഈസ് ബി ഡിഗ്രി പ്ലസ് സി ഡിഗ്രി സിക്കട്ട് എന്തായി? 180 ഡിഗ്രി. എ ഡിഗ്രി പ്ലസ് ബി പ്ലസ് സി, ബി ഡിഗ്രി പ്ലസ് സി ഡിഗ്രി സിക്കൽ ടു 180 ഡിഗ്രി. ഓക്കെ. യെസ്. നേരത്തെ നമ്മൾ നോക്കൂ,
ഇവിടെ ഈ ട്രയാങ്കിളിനകത്തുള്ള ആംഗിൾസ് ഏതൊക്കെയായിരുന്നു? ഇവിടെ എ വരുന്നുണ്ട്, ഇവിടെ ബി വരുന്നുണ്ട്, ഇവിടെ സി വരുന്നുണ്ട്. ദാറ്റ് ഈസ് എ ഡിഗ്രി പ്ലസ് ബി ഡിഗ്രി പ്ലസ് സി ഡിഗ്രി സിക്കട്ട് എന്താണ് 180 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്തു. ഓക്കെ, പ്രൂവ് ചെയ്ത് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഈ ട്രയാങ്കിൾ പി ക്യു പറഞ്ഞ ആംഗിൾ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡിഗ്രി പ്ലസ് ബി ഡിഗ്രി പ്ലസ് സി ഡിഗ്രി സിക്കട്ട് 180 ഡിഗ്രി. ഇതെങ്ങനെയാണ് ബി പ്ലസ് സി എന്ന് പറയുന്നത്? ഇത് ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പൊ ഇതിന് പകരം നമുക്ക് എന്ത് കൺസിഡർ ചെയ്യാം? ഈ ആംഗിൾ തന്നെ കൺസിഡർ ചെയ്യാം. സോ ആംഗിൾ സം ഓഫ് എനി ട്രയാംഗിൾ ഈസ് 180 ഡിഗ്രി. ഇവിടെ എയുടെ വാല്യൂ, ബിയുടെ വാല്യൂ, സിയുടെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഏതും ആവാം, വേരിയബിൾസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് വേണമെങ്കിലും പുട്ട് ചെയ്യാം. പക്ഷെ മൂന്നും കൂടെ സം എന്തായിരിക്കും? എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. ഇപ്പൊ നമ്മൾ പ്രൂവ് ചെയ്തത് ഏതൊരു ത്രികോണത്തിന്റെയും കോണുകളുടെ ആകെ തുക 180 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ സം ഓഫ് എനി ട്രയാംഗിൾ ഈസ് 180 ഡിഗ്രി. ഓക്കെ, ഇനി നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം, ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ ദ ഫിഗർ എ ബി ആൻഡ് സി ഡി ആർ പാരലൽ, കമ്പ്യൂട്ട് ദ ആംഗിൾസ് ഇൻ ദ ഫിഗർ. ഇവിടെ തന്നിരിക്കുന്ന ഈ ഫിഗറിൽ എ ബിയും സി ഡിയും പാരലൽ ആണ്. എ ബി ഇസ് പാരലൽ ടു സി ഡി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് എന്താ പറഞ്ഞത്? കമ്പ്യൂട്ട് ദ ആംഗിൾസ് ഇൻ ദ ഫിഗർ. ഈ ഫിഗറിനകത്തുള്ള മുഴുവൻ ആംഗിൾസ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ എ ബി സി ഡി ഇ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വലിയൊരു ട്രയാങ്കിൾ അതിനെ ക്രോസ് ചെയ്തിട്ട് ഒരു ലൈൻ വരുന്നു സി ഡി. എ ബിയും സി ഡിയും പാരലൽ ആണ്. ഇവിടെ തന്നിരിക്കുന്ന വേറൊരു രണ്ട് മെഷർമെന്റും കൂടെ ഇവിടെ തന്നിട്ടുണ്ട്. ആംഗിൾ എ ഇസ് ഈക്വൽ ടു 70 ഡിഗ്രി, ആംഗിൾ ബി ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി. അങ്ങനെയെങ്കിൽ ഈ ഫിഗറിനകത്തുള്ള മറ്റുള്ള ആംഗിൾസ് മുഴുവൻ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആംഗിൾസ്? ഇവിടെ നോക്കാം. ഈ ആംഗിൾ ഇതേതാ വരുന്നത്? ആംഗിൾ ഇ. ഈ ആംഗിൾ കണ്ടുപിടിക്കാനുണ്ട്. പിന്നെ ഇവിടെ വരുന്ന ഈ ആംഗിൾ ഇതേതാ ആംഗിൾ? ആംഗിൾ ഇ സി ഡി എന്ന് പറയുന്ന ഈ ആംഗിൾ കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ അതിന് തൊട്ട് താഴെയുള്ള ആംഗിൾ കണ്ടോ, ഇവിടെ എ സി ഡി എന്ന് പറയുന്ന ഈ ആംഗിൾ. അതുപോലെ ഇവിടെ വരുന്ന ഈ ആംഗിൾ ഏതാണ്? ഇ ഡി സി. അതുപോലെ ഇപ്പുറത്ത് വരുന്ന ഈ ആംഗിൾ ഏതാ വരുന്നത്? ബി ഡി സി. ഇത്രയും ആംഗിൾസ് നമുക്ക് കണ്ടുപിടിക്കാം. തന്നിരിക്കുന്നത് ഈ രണ്ട് ആംഗിൾസ് മാത്രമാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം എഴുതാം. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഗിവൺ ദാറ്റ് എന്തൊക്കെയാണ്? ആംഗിൾ എ ഇസ് ഈക്വൽ ടു 70 ഡിഗ്രി. പിന്നെയോ ആംഗിൾ ബി ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി. ഇത് ഇത്രയാണ് തന്നിരിക്കുന്നത്. അതേപോലെ തന്നെ എന്ത് തന്നിട്ടുണ്ട്? എ ബി ഇസ് പാരലൽ ടു സി ഡി. ഇത്രയും കാര്യം തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ആംഗിൾസ് ഏതൊക്കെയാണ് നോക്കാം. ആംഗിൾ ഇ കണ്ടുപിടിക്കണം നമ്മൾ, ആംഗിൾ ഇ. പിന്നെയോ ആംഗിൾ ഇ സി ഡി, ഈ ആംഗിൾ ഇ സി ഡി. പിന്നെ അതുപോലെ ആംഗിൾ ഇ ഡി സി, ഇത് ഈ ആംഗിൾ ഇ ഡി സി. പിന്നെയോ ഇതിന്റെ താഴെയുള്ള ആംഗിൾ ഏതാണ്? ആംഗിൾ എ സി ഡി. ആംഗിൾ എ സി ഡി കോമ ആംഗിൾ ബി ഡി സി. ഈ ആംഗിൾ ബി ഡി സി. അപ്പൊ എത്ര ആംഗിൾസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? 1 2 3 4 5 ആംഗിൾസ് നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. ഓക്കെ, തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതി, കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളും എഴുതി നമ്മൾ. ഇനി നോക്കാം എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന്. ആദ്യം നമ്മൾ ഈ വലിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. കൺസിഡർ ദ ട്രയാങ്കിൾ എ ബി ഇ. ഈ വലിയ ട്രയാങ്കിൾ എടുക്കുക. അപ്പോൾ നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ആംഗിൾ സം ഓഫ് എനി ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. അപ്പോൾ ഈ മൂന്ന് ആംഗിളും കൂടെ എന്തായിരിക്കണം? 180 ഡിഗ്രി ആയിരിക്കണം, അല്ലേ? അതിൽ ഈ രണ്ട് ആംഗിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ തേർഡ് ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ ചെയ്യാം? 180 നിന്ന് ഈ രണ്ട് ആംഗിളിന്റെ സമ്മ് മൈനസ് ചെയ്താൽ മതി, അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം ആംഗിൾ ഇ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? 180 മൈനസ് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി. മനസ്സിലായിട്ടുണ്ടോ? നേരത്തെ നമ്മൾ പ്രൂവ് ചെയ്തതാണ്. ആംഗിൾ സമ്മ് എന്തായിരിക്കും? ഒരു ട്രയാങ്കിളിന്റെ 180 ഡിഗ്രിയാണ്. അപ്പോൾ 180, അതായത് മൈനസ് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി. ഇനി നമുക്ക് വാല്യൂസ് കൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 180 മൈനസ് ആംഗിൾ എ എന്ന് പറഞ്ഞാൽ 70 ഡിഗ്രി പ്ലസ് ആംഗിൾ ബി എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി. ദാറ്റ് ഈസ് ഈക്വൽ ടു 180 മൈനസ് 70 പ്ലസ് 60 ഇതൊന്നും 130. ദാറ്റ് ഈസ് ഈക്വൽ ടു 180 മൈനസ് 130 50 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ഇ നമുക്ക് കിട്ടി എത്രയാണ്?
50 ഡിഗ്രി. ഓക്കെ, യെസ്. അപ്പോൾ ഈ ആംഗിൾ നമുക്ക് കിട്ടി, ആംഗിൾ ഇ. ഇത് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഇത് നമ്മൾ യൂസ് ചെയ്തത് എന്താണ്? ആംഗിൾ സം പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ആംഗിൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അടുത്ത ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ആംഗിൾ ഇ നമുക്ക് കിട്ടി 50 ഡിഗ്രി ആണെന്ന് അല്ലേ? അടുത്ത ആംഗിൾ നോക്കാം. ഈ ആംഗിൾ, ഇവിടെ വരുന്ന ആംഗിൾ ഏതാണ്? ആംഗിൾ ഇ സി ഡി. ആംഗിൾ ഇ സി ഡിയും ആംഗിൾ എയും, ഈ രണ്ട് ആംഗിളും തമ്മിൽ എന്തോ ഒരു റിലേഷൻ ഉണ്ട്. എന്താണത്? നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും അല്ലേ? എന്താണത്? ഇത് ഈ എ ബി എന്ന് പറയുന്ന ഈ ലൈനും സി ഡി എന്ന് പറയുന്ന ഈ ലൈനും എന്താണ്? പാരലൽ ലൈൻസ് ആണ്. അങ്ങനെയെങ്കിൽ ഈ എ സി എന്ന് പറയുന്നത് അല്ലെങ്കിൽ എ ഇ എന്ന് പറയുന്നത് അതിനെ ക്രോസ് ചെയ്ത് പോകുന്ന ഒരു ലൈനാണ്, ഒരു സ്റ്റാൻഡേർഡ് ലൈനാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ വരുന്ന ഈ രണ്ട് ആംഗിളും എന്തായിരിക്കും? എന്താ ആംഗിൾസ് ആണ്? യെസ്, കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ആംഗിൾ കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ അല്ലേ? സോ നമുക്ക് ഇവിടെ ഇത് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും. എ ബിയും സി ഡിയും പാരലൽ ലൈൻസ് ആണ്. അതിന് ക്രോസ് ചെയ്ത് വരുന്ന ഒരു സ്റ്റാൻഡേർഡ് ലൈനാണ് എ ഇ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ഈ രണ്ട് ആംഗിൾസ് എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. Therefore നമുക്ക് ഇങ്ങനെ എഴുതാം, ആംഗിൾ എ കോമ ആംഗിൾ ഇ സി ഡി, ആംഗിൾ ഇ സി ഡി ആർ കറസ്പോണ്ടിങ് ആംഗിൾസ്. കറസ്പോണ്ടിങ് ആംഗിൾസ്. Therefore എന്തെഴുതാം? ആംഗിൾ എ is equal to ആംഗിൾ ഇ സി ഡി, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരിക? ആംഗിൾ എ എന്ന് പറഞ്ഞ, അപ്പോൾ therefore ആംഗിൾ എ is equal to ആംഗിൾ ഇ സി ഡി. ആംഗിൾ എ എന്ന് പറഞ്ഞാൽ എന്താണ് വരുന്നത്? 70 ഡിഗ്രി. ദാറ്റ് ഈസ് ആംഗിൾ ഇ സി ഡി is equal to 70 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ നമുക്ക് കിട്ടി 70 ഡിഗ്രിയാണ്. പറഞ്ഞു മനസ്സിലായല്ലോ? അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ഈ ആംഗിൾ നോക്കൂ, ഇത് 70 നമുക്ക് കിട്ടി. അപ്പോൾ ഈ ആംഗിൾ എന്താ വരിക? അതിന് നമുക്ക് പല മെത്തേഡിൽ പ്രൂവ് ചെയ്യാൻ പറ്റും അല്ലേ? ഈ ചെറിയ ട്രയാങ്കിൾ എടുക്കാം. അപ്പോൾ ആംഗിൾ സം 180 ആണ്. അതിൽ നിന്ന് ഈ രണ്ട് ആംഗിളിന്റെ സമ്മ് മൈനസ് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ നമുക്ക് ഈ തേർഡ് ആംഗിൾ കിട്ടും. അത് അല്ലെങ്കിൽ നമുക്ക് ഈ രണ്ട് ലൈൻസ് സി ഡി എന്ന് പറയുന്ന ലൈനും എ ബി എന്ന് പറയുന്ന ലൈനും പാരലൽ ലൈൻസ് ആണെന്ന് തന്നതുകൊണ്ട് ഈ ബി ഇ എന്ന് പറയുന്ന ഈ ലൈന് എന്തായിരിക്കും? ഒരു സ്ലാൻഡേർഡ് ലൈനാണ് അല്ലേ? ഈ പാരലൽ ലൈൻസിന്റെ ട്രാൻസ്വേഴ്സൽ ആണ്. അങ്ങനെയെങ്കിൽ ഈ രണ്ട് ആംഗിൾസ് എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അങ്ങനെയെങ്കിൽ ഇവിടെ വരുന്ന ഈ ആംഗിളും സെയിം ആംഗിൾ ആയിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ പല മെത്തേഡിലൂടെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ലൈൻ ആയിട്ടുള്ള ഒരു മെത്തേഡിലൂടെ തന്നെ നമുക്ക് പ്രൂവ് ചെയ്യാം. ആംഗിൾ ബി, ഈ ആംഗിൾ ബി ആൻഡ് ആംഗിൾ ആംഗിൾ ഇ ഡി സി, ആംഗിൾ ഇ ഡി സി ആർ കറസ്പോണ്ടിങ് അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ആംഗിൾ ഇ ഡി സി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി, ദാറ്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഇ ഡി സി അല്ലേ? ആംഗിൾ ഇ ഡി സി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി എന്താണ്? 60 ഡിഗ്രിയാണ്. Therefore ആംഗിൾ ഇ ഡി സി ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ എന്ത് വന്നു? 60 ഡിഗ്രി വന്നു. ഓക്കെ ആണോ? ഇത് ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. ഈ മൂന്ന് ആംഗിളിലൂടെ സം എത്രയും നോക്കുക. 70 + 60, 130 + 50 180. അപ്പോൾ ഈ മൂന്ന് ആംഗിളിലെയും കൂടെ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 കിട്ടി. സോ നമ്മൾ കണ്ടുപിടിച്ചത് ശരിയാണ്. ഇനി നമുക്ക് അടുത്ത ആംഗിൾ നോക്കാം. ആംഗിൾ എയും ആംഗിൾ എ സി ഡി. നമ്മൾ അടുത്ത് കണ്ടുപിടിക്കാൻ പോകുന്ന ആംഗിൾ എ സി ഡി ആണ്. അതിൽ ഈ ആംഗിൾ എയും ആംഗിൾ എ സി ഡി, അതായത് ഈ രണ്ട് ആംഗിളും തമ്മിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ദീസ് ടു ആംഗിൾസ് ആർ സപ്ലിമെന്ററി അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. പാരലൽ ലൈൻസ് ആണ്, അതിനെ ക്രോസ് ചെയ്ത് ട്രാൻസ്വേഴ്സൽ വരുന്നു. അപ്പോൾ ഈ രണ്ട് ആംഗിൾസ് എന്താണ്? സപ്ലിമെന്ററി ആണ്. അത് ദാറ്റ് മീൻസ് 180 ഡിഗ്രി ആണ് സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദാറ്റ് ഈസ് ആംഗിൾ എ ആൻഡ് ആംഗിൾ എ സി ഡി ആർ സപ്ലിമെന്ററി. Therefore എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? ആംഗിൾ എ പ്ലസ് ആംഗിൾ എ സി ഡി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആംഗിൾ എ സി ഡി കണ്ടുപിടിച്ചൂടെ? യെസ്, നോക്കാം എങ്ങനെയാണ്. ആംഗിൾ എ നമുക്കറിയാം. ആംഗിൾ എ എത്രയാണ് വരുന്നത്? 70 ഡിഗ്രിയാണ്. അതായത് 70 ഡിഗ്രി പ്ലസ് ആംഗിൾ എ സി ഡി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഓക്കെ, ആംഗിൾ എ എന്ന് പറഞ്ഞാൽ 70 ഡിഗ്രിയാണ്. അപ്പോൾ ഈ 70 ഡിഗ്രീനെ നമ്മൾ എന്ത് ചെയ്യാം?
ഈക്വൽ ടു അപ്പുറത്തേക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എങ്ങനെ വരും? ഇവിടെ പിന്നെ എന്തുണ്ടാവും? ആംഗിൾ എ സി ഡി. ആംഗിൾ എ സി ഡി ഈക്വൽ ടു ഇവിടെ ആദ്യം എന്തുണ്ട്? 180 ഡിഗ്രി മൈനസ് ഇവിടെ വരുന്ന ഈ ആംഗിൾ എന്താ വരിക? 70 ഡിഗ്രി. ദാറ്റ് ഈസ് ഈക്വൽ ടു 180 മൈനസ് 70 എന്താ വരിക? 110 ഡിഗ്രി. Therefore, this angle is 110 degree. Okay ആണോ? Yes. അപ്പോൾ ഇനി അടുത്ത ആംഗിൾ നോക്കാം. ഏതാണ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ആംഗിൾ ബി ഡി സി. ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഇത് കണ്ടുപിടിക്കാനും പല മെത്തേഡ് ഉണ്ട്. ഇത് ക്വാഡ്രിലാറ്ററൽ ആണ്. അതിന് ആംഗിൾ സം എന്ന് പറഞ്ഞാൽ 360 ആണ്. പിന്നെ ഇവിടെ ട്രാൻസ്വേഴ്സിൽ കൺസിഡർ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം അല്ലേ? അപ്പോൾ ഏതെങ്കിലും ഒരു മെത്തേഡിൽ നമുക്ക് ഇത് പ്രൂവ് ചെയ്ത് അതേ മെത്തേഡിൽ തന്നെ ഇത് പ്രൂവ് ചെയ്യാം. ഇപ്പോൾ ഈ രണ്ട് ആംഗിൾസ് ഇവിടെ നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചത്? ഈ രണ്ട് ആംഗിൾസും സപ്ലിമെന്ററി ആണെന്ന് നമുക്ക് അറിയാം. therefore sum 180 ആണ്. അതേപോലെ തന്നെയാണ് ഇതും വരിക. ഇതെങ്ങനെ വരും? ആംഗിൾ ബി ആൻഡ് ആംഗിൾ ബി ഡി സി. ആംഗിൾ ബി ഡി സി ആർ എന്ത് ആംഗിൾസ് ആണ്? സപ്ലിമെന്ററി. ആർ സപ്ലിമെന്ററി. അങ്ങനെയെങ്കിൽ എങ്ങനെ വരും? ആംഗിൾ ബി പ്ലസ് ആംഗിൾ ബി ഡി സി. ആംഗിൾ ബി ഡി സി ഈക്വൽ ടു 180 ഡിഗ്രി. ഓക്കെ ആണോ? യെസ്. അങ്ങനെയെങ്കിൽ ആംഗിൾ ബിയുടെ വാല്യൂ നമുക്കറിയാം എത്രയാ? 60 ഡിഗ്രിയാണ്. ദാറ്റ് ഈസ് 60 പ്ലസ് ആംഗിൾ ബി ഡി സി ഈക്വൽ ടു 180 ഡിഗ്രി. അങ്ങനെയെങ്കിൽ ആംഗിൾ ബി ഡി സി ഈക്വൽ എന്ത് വരും? 180 മൈനസ് 60 ദാറ്റ് ഈസ് ഈക്വൽ എന്താണ്? 120 ഡിഗ്രി. Therefore, angle BDC is equal to 120 degree. 120 degree. Okay ആണോ? യെസ്. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇത് സപ്ലിമെന്ററി ആയതുകൊണ്ട് 60 പ്ലസ് 120 180 ആണ് അല്ലേ? ഇപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട എല്ലാ ആംഗിൾസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇവിടെ നമ്മൾ യൂസ് ചെയ്തത് ഏതൊക്കെയാണെന്ന് അറിയാമോ? നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് യൂസ് ചെയ്തത്. ആംഗിൾ സം നമ്മൾ യൂസ് ചെയ്തു. ആംഗിൾ സം പ്രോപ്പർട്ടി അല്ലേ? 180 ആണ് ട്രയാങ്കിളിൻ്റെ. അതുപോലെ കറസ്പോണ്ടിങ് ആംഗിൾസ്, പിന്നെയോ സപ്ലിമെന്ററി. ഇത്രയും കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് സോൾവ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടാവും. ഇത് ഈ മെത്തേഡിൽ മാത്രമല്ല, ഡിഫറെൻറ്റ് മെത്തേഡിലൂടെ പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇൻ ദ ഫിഗർ എ ബി ആൻഡ് സി ഡി ആർ പാരലൽ, കമ്പ്യൂട്ട് ദ തേർഡ് ആംഗിൾ. ഇൻ ദ ഫിഗർ എ ബി ആൻഡ് സി ഡി ആർ പാരലൽ, കമ്പ്യൂട്ട് ദ തേർഡ് ആംഗിൾ. തന്നിരിക്കുന്ന ഈ ഫിഗറിൽ എ ബി എന്ന് പറയുന്ന ഈ ലൈനും സി ഡി എന്ന് പറയുന്ന ഈ ലൈൻ, എ ബി ആൻഡ് സി ഡി ആർ പാരലൽ. ഇവിടെ രണ്ട് ആംഗിൾ തന്നിട്ടുണ്ട്. ഇതാണ്ട് ഇവിടെ ഒരു ആംഗിൾ തന്നിട്ടുണ്ട്, ഇവിടെ ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. ഈ രണ്ട് ആംഗിൾസും തന്നിട്ടുണ്ട്. കമ്പ്യൂട്ട് ദ തേർഡ് ആംഗിൾ. ഈ മൂന്നാമത്തെ ആംഗിൾ നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ അതിൽ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം എഴുതി വയ്ക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഈ പോയിന്റിന് നമുക്കൊരു പേര് കൊടുക്കാം, ഒരു ഓന്ന് കൊടുക്കാം. ഈ പോയിന്റിൽ നമ്മൾ ഓന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഓയിലുള്ള ഈ ആംഗിളാണ് കണ്ടുപിടിക്കുന്നത്. ആംഗിൾ ഓ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഞാനൊന്ന് ഈ ലൈൻ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുകയാണ്. ഇവിടെ തന്നിരിക്കുന്ന ഈ ലൈന് കുറച്ച് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുകയാണ്. ഇവിടുന്ന് ഞാനിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരച്ചു. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മളിതിന് പേര് കൊടുക്കണം. ഇത് പി എന്ന് പറയുന്ന പോയിന്റും ഇത് ക്യൂ ആണെന്നും കരുതുക. ഓക്കെ, അപ്പോൾ ഈ പി ക്യൂ എന്ന് പറയുന്ന ഈ ലൈൻ ഞാൻ ഈ പി ഓനെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചതാണ്. അപ്പോൾ ഈ എ ബി സി ഡി എന്ന് പറയുന്ന ഈ രണ്ട് പാരലൽ ലൈൻസിനെ ക്രോസ് ചെയ്ത് വരുന്ന ഒരു സ്ലാൻഡഡ് ലൈനാണ് അല്ലേ ഏത് പി ക്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ഈ ആംഗിളും ഇവിടെ വരുന്ന ആംഗിളും എന്തായിരിക്കും? ഈ രണ്ട് ആംഗിളും ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ദെർഫോർ ഈ ആംഗിളിനോട് ഈക്വൽ ആയിരിക്കും ഇവിടെ വന്നിരിക്കുന്ന ആംഗിൾ. അതായത് ഇവിടെ വരുന്ന ഈ ആംഗിൾ എന്തായിരിക്കും? ആംഗിൾ ഒ ക്യു ഡി എന്ന് പറയുന്ന ഈ ആംഗിൾ എന്തായിരിക്കും? 35 ഡിഗ്രി തന്നെ ആയിരിക്കും. പറഞ്ഞു മനസ്സിലായോ? ഞാൻ ഈ ജസ്റ്റ് ഈ ലൈൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. അപ്പോൾ ഇതിന്റെ സ്റ്റാൻഡേർഡ് ലൈനാണ്. ഇവിടെ 35 ഡിഗ്രി ആയതുകൊണ്ട് ഈ ആംഗിളും 35 ഡിഗ്രി ആയിരിക്കും. ആൾട്ടർനേറ്റ് ആംഗിൾസ് അല്ലേ? അങ്ങനെയെങ്കിൽ ഈ ആംഗിൾ നമുക്ക് 35 ഡിഗ്രി കിട്ടി. അപ്പോൾ നമുക്ക് നോക്കാം. തന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആദ്യം എഴുതുന്നു. ഏതാണ് തന്നിരിക്കുന്നത്? ആംഗിൾ എ പി ഒ. ആംഗിൾ എ പി ഒ ഇസ് ഈക്വൽ ടു 35 ഡിഗ്രി.
തന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ ഇവിടെ തന്നിരിക്കുന്ന ഈ ആംഗിൾ, ഇതിനൊരു പേര് കൊടുക്കാം നമുക്കിവിടെ പി ക്യു ആർ എന്ന് കൊടുക്കുന്നില്ല. ഇവിടെ തന്നിരിക്കുന്ന ആംഗിൾ ഏതാണ്? ഒ ആർ ക്യു എന്ന് പറയുന്നത്. ആംഗിൾ ഒ ആർ ക്യു ഇസ് ഈക്വൽ ടു 45 ഡിഗ്രി. ഈ രണ്ട് ആംഗിളാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു? എക്സ്റ്റെൻഡ് ഒ പി ടു ക്യൂ, അതായത് ഒ പി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പി ഒ എന്ന് പറയുന്ന ലൈന് നമ്മൾ ക്യൂവിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. വി ഗോട്ട് പി ക്യൂ, എ സ്ലാൻഡഡ് ലൈൻ. ദാറ്റ് ലൈൻ പാസസ് ത്രൂ ദ or crossing the parallel lines AB and CD. Therefore, ഇനി നമ്മൾ ഈ രണ്ട് ആംഗിളും കൺസിഡർ ചെയ്യാം. ആംഗിൾ APO, ആംഗിൾ APO ആൻഡ് ആംഗിൾ OQR. ആംഗിൾ OQR ആർ എന്ത് ആംഗിൾസ് ആണ്? ഈ രണ്ട് ആംഗിൾസും ആൾട്ടർനേറ്റ് ആംഗിൾസ്. ആൾട്ടർനേറ്റ് ആംഗിൾസ്. Therefore, നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ആംഗിൾ OQR is equal to, ആംഗിൾ OQR is equal to, അതായത് ഈ ആംഗിൾ എന്തിനോട് ഈക്വൽ ആണ്? OQR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആംഗിൾ എന്തിനോട് ഈക്വൽ ആണ്? ഇതിനോട് ഈക്വൽ ആണ്. ദാറ്റ് ഈസ് ആംഗിൾ APO. ദാറ്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ OQR APO എന്ന് പറയുന്ന ഈ ആംഗിളിനോട് ഈക്വൽ ആയി. Therefore, ആംഗിൾ OQR is equal to, ഇത് 35 ഡിഗ്രി ആയതുകൊണ്ട് ഇവിടെയും 35 ഡിഗ്രി വരുന്നു. Therefore, ആംഗിൾ OQR is equal to 35 ഡിഗ്രി. അപ്പോൾ ഇത് 35 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്തു. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇനി നമുക്ക് ഈ മൂന്നാമത്തെ ഇവിടെ വരുന്ന ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? കൺസിഡർ ദ ട്രയാംഗിൾ QOR. ഇതൊരു ട്രയാംഗിൾ ആണ്. ഇതിൽ രണ്ട് ആംഗിൾ വന്നു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ തേർഡ് ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ബൈ ആംഗിൾ സം പ്രോപ്പർട്ടി അല്ലേ? അപ്പോൾ നമ്മൾ അടുത്ത് കൺസിഡർ ദ ട്രയാംഗിൾ. ഏത് ട്രയാംഗിൾ ആണ്? ട്രയാംഗിൾ ORQ അല്ലെങ്കിൽ OQR. ട്രയാംഗിൾ OQR. ഈ ട്രയാംഗിൾ കൺസിഡർ ചെയ്യാം. ഇവിടെ വരുന്ന ആംഗിൾ OQ is equal to, ആംഗിൾ OQR is equal to, ആംഗിൾ OQR is equal to എത്രയാണ് തന്നിരിക്കുന്നത്? 35 ഡിഗ്രി. പിന്നെയോ ആംഗിൾ ORQ, ആംഗിൾ ORQ is equal to എത്ര വരുന്നത്? 45 ഡിഗ്രി അല്ലേ? അങ്ങനെയെങ്കിൽ ഇവിടെ വരുന്ന ആംഗിൾ എന്തായിരിക്കും? ആംഗിൾ QOR is equal to 180 മൈനസ് ഈ രണ്ട് ആംഗിളുടെ സമ്മ് 35 ഡിഗ്രി പ്ലസ് 45 ഡിഗ്രി സിഗട്ട് എന്ത് വരും? 180 മൈനസ് 35 പ്ലസ് 45 എന്ത് വരും? 80. ദാറ്റ് ഈസ് ഈക്വൽ ടു 100. ഗോട്ട് ഇറ്റ്? ഇവിടെ വന്നിരിക്കുന്ന ആംഗിൾ 35, ഈ ആംഗിൾ 45, ഈ ടോപ്പിലുള്ള ആംഗിൾ എന്തായപ്പോൾ 100 ഡിഗ്രി. ഇത് നമുക്ക് 100 ഡിഗ്രി എന്ന് കിട്ടും. നമുക്ക് ഈ ആംഗിൾ ആണോ കണ്ടുപിടിക്കേണ്ടത്? അല്ല, ഇപ്പുറത്ത് വരുന്ന ഈ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കുക. POR എന്ന് പറയുന്ന ഈ ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? POR എന്ന് പറയുന്ന ഈ ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ നമ്മൾ ഈ ആംഗിൾ കിട്ടി. അങ്ങനെയെങ്കിൽ ഇനി നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിച്ചൂടെ? എന്താണ് ഇവിടെ വരുന്ന ടോട്ടൽ ആംഗിൾ? എത്ര വരിക? 180 ഡിഗ്രി ആണ് അല്ലേ? ഒരു പ്രൊട്രാക്ടറിന്റെ രൂപത്തിലാണ് ഇവിടെ ആംഗിൾ വരുന്നത്. ഒരു സ്ട്രേറ്റ് ലൈനിൽ വരുന്ന ആംഗിൾ ആണ്. സ്ട്രേറ്റ് ലൈനിൽ വരുന്ന ആംഗിൾ എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. സോ ആംഗിൾ POR is equal to 180 മൈനസ് 100 അല്ലേ? അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും? ആംഗിൾ POR is equal to 180 മൈനസ് 100 is equal to 80 ഡിഗ്രി. അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന ഈ ആംഗിൾ എത്രയായിരിക്കും? 80 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ആദ്യം നമ്മൾ ആംഗിൾസിൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം ട്രയാംഗിളിൻ്റെ ആംഗിൾ സം പ്രോപ്പർട്ടി പറഞ്ഞു. 180 ആയിരിക്കും ഒരു ട്രയാംഗിളിൻ്റെ ആംഗിൾ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും 180 ഡിഗ്രിയാണ്. അതുപോലെ മറ്റ് രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.